Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള തിയറി പേപ്പറാണ് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. സോ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ എല്ലാവരോടും സോറി പറയുന്നു, വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി. ഞാൻ കുറച്ചധികം ബിസി ആയതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാഞ്ഞത്. എന്നാലും അതിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കടക്കാം. ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഹൈ സ്കോറിലോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഈ ഒരു പേപ്പറിൻ്റെ 5 മൊഡ്യൂൾസ് ആണ് ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ. അപ്പോൾ ഈ 5 മൊഡ്യൂൾസ് ഒരു 12 ചാപ്റ്ററുകളായിട്ട് നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക്സ് ആണ്. സ്ട്രാറ്റജി ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ലെവൽ, ദെൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്, അപ്രോച്ചസ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ എൻവയോൺമെൻറ്റൽ അനാലിസിസ് ആണ് മറ്റൊരു മൊഡ്യൂൾ വരുന്നത്. പിന്നെ സ്ട്രാറ്റജിക് ചോയ്സ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മറ്റൊരു മൊഡ്യൂൾ. ദെൻ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ, ദെൻ ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. ഇതാണ് ടോട്ടൽ 5 മൊഡ്യൂൾ വരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ essay ചാപ്റ്റേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ കമ്പൽസറി ആയിട്ട് നമുക്ക് essay പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ അനാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഒരു essay എല്ലാ എക്സാമിനും വരാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിർബന്ധമായും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റേഷനോ ഇവാലുവേഷൻ ആൻഡ് കൺട്രോളോ, കൂടുതൽ ഇംപ്ലിമെൻറ്റേഷൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇതിലേതെങ്കിലും ഒരെണ്ണം മാറി നമ്മൾ എക്സാമിന് essay പ്രതീക്ഷിക്കുന്നുണ്ട്. 12 വലിയ ടോപ്പിക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ മെൻഷൻ ചെയ്ത് പോണു. അപ്പോൾ ഈ 2 ടോപ്പിക്കിൽ നിന്ന് essay എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി, ഇപ്പോൾ എക്സ്പാൻഷൻ സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഫങ്ഷണൽ സ്ട്രാറ്റജിയോ ഗ്രോത്ത് സ്ട്രാറ്റജി, ഇങ്ങനെ പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് ഉണ്ട് മൊഡ്യൂൾ നമ്പർ 3ൽ. അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം, അതാണ് മറ്റൊന്ന്. പിന്നെ ഒരു essay ഉള്ളത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചിലപ്പോൾ വരാം. അത് നിങ്ങളെ ഭാഗ്യം പോലെ ഇരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ബേസിക് പ്രോസസ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇടുമെന്നുള്ളത് നമുക്കറിയില്ല. മറ്റൊന്ന് അപ്പോൾ ഏത് വേണമെങ്കിലും വരാം. മിനിമം എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയാസ് ആണ് ഞാൻ പറഞ്ഞത്. ഇംപ്ലിമെൻറ്റേഷൻ ഓർ ഇവാലുവേഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു essay, ദെൻ എൻവയോൺമെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം എന്തായാലും എല്ലാ പേപ്പറിലും വരുന്നുണ്ട്, അതൊരെണ്ണം. സ്ട്രാറ്റജി മൊഡ്യൂൾ നമ്പർ 3ൽ ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ ഞാൻ പറഞ്ഞു ബേസിക് ചോദ്യം ഒരെണ്ണം വന്നാലായി എന്നുള്ളത്. ഓക്കെ, ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വലിച്ചു വാരി പഠിക്കാണ്ട് ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് മനസ്സിലാക്കി പഠിച്ച് പോകണം. അതല്ലെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും പഠിച്ച് അവസാനിപ്പിക്കാൻ പറ്റില്ല, ഒരുപാട് വായിക്കാനുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ബേസിക്സ് ആണ് കാണാൻ സാധിക്കുക, ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ അതിൽ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് നോക്കാം. 2 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ട് ചിലപ്പോൾ വരാം. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളതൊക്കെ നോക്കി വയ്ക്കാം. അതിൻ്റെ ഡെഫിനേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ വലിച്ചു വാരി പഠിക്കാണ്ടേ 2 വെയിറ്റേജിന് വേണ്ടി മാത്രം സ്ട്രാറ്റജി എന്താണ്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണ്, എൻ്റെ ഡെഫിനേഷൻ നോക്കാം. ദെൻ എലമെൻറ്റ്സ് ഓഫ് സ്ട്രാറ്റജിയിൽ ഈ ടേമുകൾ ഏതെങ്കിലും ഒരെണ്ണം പലപ്പോഴും 2 വെയിറ്റേജിൻ്റെ വരാറുണ്ട്. ഇപ്പോൾ ഗോൾസ് എന്താണ്, കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് എന്താണ്, ഇതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ചിലപ്പോൾ വീണ്ടും നമുക്ക് മറ്റ് മൊഡ്യൂൾസിൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഗോൾസ് എന്താണ്, ഈ പറയുന്ന ടീമുകളൊക്കെ 2 വെയിറ്റേജിനിൽ വരാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ അത് പഠിക്കുക. പിന്നെ ഇതിന് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ആണ്. 3 വെയിറ്റേജിൻ്റെയിലാണ് ഇതൊക്കെ വന്നാലായി എന്ന് പറയാൻ സാധിക്കുക. പലപ്പോഴും വരാറുണ്ട്. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് നോക്കി വയ്ക്കുക. ബേസിക്സ് ആണത്. പിന്നെ ഫീച്ചേഴ്സ്, കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പറിലായിരുന്നു ഫീച്ചേഴ്സ്. കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യത്തെ പേപ്പറിലോ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസോ അതുപോലെ തന്നെ ഈ പറയുന്ന ഫീച്ചേഴ്സോ ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് 3 വെയിറ്റേജിൻ്റെ ആയിട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, മെയിനായിട്ട് നമ്മൾ
എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ ഇതിൽ SBU എന്താണെന്നുള്ളത് പലപ്പോഴും 2 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ട് റിപ്പീറ്റായിട്ട് കാണാറുള്ളതാണ്. പല ലെവൽസ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒന്ന് നോക്കി വെച്ചോളൂ. ലെവൽ ഓഫ് സ്ട്രാറ്റജിയിൽ ഏതെങ്കിലും ഒരെണ്ണം 2 വെയിറ്റേജിൻ്റെ വരാം. എസ്പെഷ്യലി ഞാൻ പറഞ്ഞു എന്താണ് SBU എന്നുള്ള വരാറുണ്ട്. പിന്നെ എലമെൻറ്റ്സ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആണ് നമുക്ക് വരും മൊഡ്യൂൾസിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ സ്ട്രാറ്റജിക് അനാലിസിസ് എന്താണ്, സ്ട്രാറ്റജിക് ചോയ്സ് എന്താണ്, ഇതൊക്കെ വരും ചാപ്റ്ററുകളാണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് ഒന്ന് പഠിച്ചു വെച്ചോളൂ. സെപ്പറേറ്റ് 2 വെയിറ്റേജിൻ്റെ ആയിട്ടും ചോദിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2 വെയിറ്റേജ് ആൻഡ് 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ്. ഓക്കെ, അതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ 3 വെയിറ്റേജിന്, 2 വെയിറ്റേജിനിൽ ടേമുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 2, സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. റിപ്പീറ്റ് ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് എന്താണ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് ബേസിക് കൺസെപ്റ്റ് നോക്കി വയ്ക്കാം. ഓക്കെ, സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഇനിയിപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിത് പറയരുത്. ഈ പ്രോസസ്സ് ഒന്ന് പഠിച്ചു വെച്ചു. നമുക്ക് 3 വെയിറ്റേജിൻ്റെല്ലോ വേണമെങ്കിൽ ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാലോ പ്രോസസ്സ് 3 വെയിറ്റേജിൻ്റെലേക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൽ കണ്ടുവന്നിട്ടുള്ളൂ. വേറെ ഏരിയാസ് അങ്ങനെ ഇതിൽ റിപ്പീറ്റ് അല്ല. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഇങ്ങനൊരു കാര്യം പറയുന്നത് ഇതുവരെയുള്ള ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിലാണ്. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു ടോപ്പിക്കാണ് മിൻസ്ബർഗ്. പലപ്പോഴും 3 വെയിറ്റേജിൻ്റെ അല്ലെങ്കിൽ 2 വെയിറ്റേജിൻ്റെ റിപ്പീറ്റ് ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. മിൻസ്ബർഗിൻ്റെ മോഡൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മിൻസ്ബർഗ്. പിന്നെ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്താണെന്നുള്ളത് നോക്കാം 2 വെയിറ്റേജിൻ്റെയിലേക്ക്. പിന്നെ എൻ്റെ പ്രോസസ്സ് ഒന്ന് നോക്കി വയ്ക്കാം. ദാറ്റ്സ് ഓൾ. ഓക്കെ, ടൈമിൻ്റെ ബേസിൽ മാത്രം. ദെൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സാണ് നെക്സ്റ്റ് വരുന്നത്. ഒറ്റ പേപ്പറിൽ മാത്രം നമുക്ക് essay വന്നിട്ടുണ്ട്. എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്നുള്ളത് essay ആയിട്ട് ഈ ഒരു കാര്യം എഴുതാൻ വേണ്ടിയിട്ട് essay ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പോൾ വീണ്ടും വരുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ, നോക്കി വയ്ക്കാം. essay ക്വസ്റ്റ്യൻ ആണ്, ഞാൻ വീണ്ടും പറയണു, ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. essayക്ക് എക്സ്പ്ലെയിൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ്. ഓക്കെ, ഇതിൽ ഉള്ള ടീമുകൾ സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് എന്താണ്, ഓൾട്ടർനേറ്റീവ്സ് എന്താണെന്നൊക്കെ വരാറുണ്ട്. ബുക്കിൽ കാണുന്നത് വലിച്ചു വാരി പഠിക്കരുത്. ഓരോന്നിൻ്റെയും എന്താണ് എക്സാമിന് പ്രസൻറ്റ് ചെയ്യാൻ പാകത്തിന് ഷോർട്ടാക്കി പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സാണ് നോക്കേണ്ടത് ഇവിടെ. ഇനി 2 വെയിറ്റേജിൻ്റെ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പർപ്പസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സാണ് ടോപ്പിക്ക് നോക്കണം. അതിൽ കോർ കോമ്പിറ്റൻസ് എന്താണ്, 2 വെയിറ്റേജ്. സിനർജി റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് 2 വെയിറ്റേജിൻ്റെ. അപ്പോൾ ഇതൊക്കെ വാല്യൂ ക്രിയേഷൻ 2 വെയിറ്റേജ് ആണ്. അപ്പോൾ ഇങ്ങനെ 2 വെയിറ്റേജിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ഏരിയാസാണ് ഞാനിവിടെ പറഞ്ഞത്. ഇപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം കേട്ടോ. പിന്നെ ഇതിൽ നമ്മളങ്ങനെ റിപ്പീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ടില്ല. ഇൻ്റർനാഷണൽ കോണ്ടാക്ട്സ് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. സ്ട്രാറ്റജിക് പ്ലാനിങ് നോക്കി വയ്ക്കാം. 2 വെയിറ്റേജിൻ്റെ ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഓപ്പറേഷണൽ, ടാക്ടിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിങ് അതും നോക്കി വയ്ക്കാം. സ്ട്രാറ്റജിക് പ്ലാനിങ് ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ദെൻ അപ്രോച്ചസ് ടു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് 3 വെയിറ്റേജിൻ്റെ വേണമെങ്കിൽ വരാം. ഇതുവരെ വന്നിട്ടില്ല, ബട്ട് അതിനുള്ള സ്കോപ്പ് ഈ ഒരു ടോപ്പിക്കിനുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയാസ് മാനേജ്മെൻറ്റ് ഇതൊന്നും അങ്ങനെ ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ കണ്ടിട്ടില്ല. SBU എന്തായാലും നോക്കണം. റോൾ ഓഫ് SBU ലെവൽ എക്സിക്യൂട്ടീവ്സ് അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. ഇതൊന്നും അങ്ങനെ കണ്ടു വന്നിട്ടില്ല. മിഡിൽ ലെവൽ മാനേജേഴ്സിൻ്റെ ഇതൊന്നും അങ്ങനെ കണ്ടു വന്നിട്ടില്ല ഈ ഏരിയാസ് ഒന്നും. ഓക്കെ, മിഷൻ എന്താണ്, 2 വെയിറ്റേജ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടീമുകൾ വിഷൻ, മിഷൻ, പർപ്പസ്, ഒബ്ജക്റ്റീവ് ആൻഡ് ഗോൾസ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, ചിലപ്പോൾ 2 വരെ നമുക്ക് 2 വെയിറ്റേജിൻ്റെ വരാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിഷൻ എന്താണ്, ഓക്കെ, ഫോർമുലേറ്റിംഗ് മിഷൻ നോക്കി വയ്ക്കാം. ടീമുകൾ എന്തായാലും പഠിക്കണം കേട്ടോ. വിഷൻ എന്താണ്, ഇപ്പം മിഷൻ, വിഷൻ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മിക്ക പേപ്പറിലും വരാറുള്ളതാണ്. ഒബ്ജക്റ്റീവ്, ഗോൾ. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് 2 വെയിറ്റേജിൽ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ പാകത്തിന് നിർബന്ധമായും പഠിക്കണം. ഹൈറാർക്കി ഓഫ് ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് നോക്കി വയ്ക്കാം. ദെൻ
ഫോർമുലേറ്റിംഗ് ഗൈഡ് ലൈൻസ് ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒബ്ജക്റ്റീവ്സ്, റോൾ ഓഫ് ഒബ്ജക്റ്റീവ്സ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് നോക്കി വെച്ചോളൂ കേട്ടോ. പിന്നെ ടൂൾസ് ആണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് നെക്സ്റ്റ് വരുന്നത്. ഇത് പലപ്പോഴും വരാറുണ്ട്. കോർ കോമ്പിറ്റൻസസ് എന്താണ്, ബെഞ്ച് മാർക്കിംഗ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ബുക്കിൽ ഒരുപാട് കാണും, ബട്ട് നമ്മളത് ചുരുക്കി പഠിക്കുക. TQM എന്താണ്, സെപ്പറേറ്റും വരാറുണ്ട്. ടൂൾ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം. ഗ്യാപ്പ് അനാലിസിസ് 2 വെയിറ്റേജിൻ്റെ ചോദിച്ചിട്ടുള്ളതാണ് ഇതിനിട്ട് മുമ്പ്. ഓക്കെ, സ്ട്രാറ്റജിക് ഇംപ്ലിമെൻറ്റേഷൻ, സോഷ്യൽ എത്തിക്കൽ ഇഷ്യൂസ് ഇതിനായിട്ട് മുമ്പ് വന്നിട്ടില്ല. അങ്ങനെ വാല്യൂസ് ആൻഡ് ഫാക്ടേഴ്സ് ഇതൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ദാറ്റ്സ് ഓൾ. ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ഞാൻ പറഞ്ഞു. ഒരൊറ്റ പ്രാവശ്യം essay വന്നിട്ടുണ്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ്. ബാക്കിയുള്ള ടോപ്പിക്കുകളൊക്കെ 2 and 3 വെയിറ്റേജ് ചോദ്യങ്ങളായിട്ടാണ് കണ്ടുവന്നിട്ടുള്ളത്. സ്ട്രാറ്റജി ആൻഡ് ലീഡർഷിപ്പാണ് നെക്സ്റ്റ്. ആക്ച്വലി ഇതിൽ നിന്ന് ഇതിനായിട്ട് മുമ്പ് വന്നിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് നോക്കി വയ്ക്കാമെന്ന് മാത്രം. ഓക്കെ, നോക്കി വയ്ക്കാം ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ. ഇതിനായിട്ട് മുമ്പ് വന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനതിന് അങ്ങനെ ഒരു കൊടുക്കണില്ല. വന്നിട്ട് നമ്മുടെ അടുത്ത് പറയരുത്. നെക്സ്റ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ഞാൻ പറഞ്ഞു എൻവയോൺമെൻറ്റൽ അനാലിസിസ് ചാപ്റ്ററിൽ നിന്ന് ഒരു essay എല്ലാ പ്രാവശ്യം വരാറുണ്ട്. സോ ഇതിൽ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണ് നിർബന്ധമായും പഠിക്കണം. ദെൻ ഇതാണ് നമ്മുടെ essay ടോപ്പിക് എന്ന് പറയുന്നത്. ഫേംസ് എൻവയോൺമെൻറ്റ്, മൈക്രോ എൻവയോൺമെൻറ്റ് എന്താണ്, മാക്രോ എൻവയോൺമെൻറ്റ് എന്താണ്, ബിസിനസ് എൻവയോൺമെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി വയ്ക്കണം. മൈക്രോ മാക്രോ ആണ് പലപ്പോഴും essayക്ക് കണ്ടുവരാറ്. ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റ് ഇതാണ് essayക്ക് വന്നിട്ടുള്ളത്. മൈക്രോ എൻവയോൺമെൻറ്റ് എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ മാക്രോ ആണ് കേട്ടോ essayക്ക് വന്നിട്ടുള്ളത്. മൈക്രോ ഉണ്ട്, രണ്ടും നോക്കി വെച്ചോളൂ. പിന്നെ ഇതാണ് essay. മാക്രോ എൻവയോൺമെൻറ്റ് എന്താണ്, അതിലുള്ള കാര്യങ്ങൾ ഇക്കണോമിക്, പൊളിറ്റിക്കൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ essayക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഇനി വന്നിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, 2 പ്രാവശ്യം വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് essay ടോപ്പിക്സ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം. ഇനി ഇതിൽ പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടോപ്പിക്കിലോട്ട് പോകുമ്പോൾ സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ്, അങ്ങനെ എൻവയോൺമെൻറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളിവിടെ കാണാം. ഏജ്, റിലീജിയൻ, കാസ്റ്റ് സിസ്റ്റം, അതൊക്കെ ഇങ്ങനെ വലിച്ചു വാരി കാണാൻ പറ്റും. ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ്, നാച്ചുറൽ, ഫിസിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ ഒക്കെ ചുരുക്കി നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് ടെക്നോളജി ആൻഡ് ബിസിനസ് ആണ്. അപ്പോൾ മാക്രോ എൻവയോൺമെൻറ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുക. ടെക്നോളജി ആൻഡ് ബിസിനസ് നോക്കി വയ്ക്കാം. സ്കോപ്പ് ഉണ്ട് 2 and 3 വെയിറ്റേജിൻ്റെയിലേക്ക്. പിന്നെ ഇതിൽ നമുക്ക് ഉള്ള ഏരിയാസിലോട്ട് പോകുമ്പോൾ ടൈപ്സ്, വാരിയബിൾസ്, അഫക്റ്റിംഗ് ചോയ്സ് ഓഫ് ഫാക്ടേഴ്സ് ആണ്. ടെക്നിക്സ് ഓർ ഫോർകാസ്റ്റിംഗ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് നോക്കി വയ്ക്കാം. സർവേ മെത്തഡ്, ഹിസ്റ്റോറിക്കൽ നോക്കി വയ്ക്കാമെന്ന് മാത്രം കേട്ടോ. ഡെൽഫി നോക്കിയോളൂ, ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുണ്ട്. ലിമിറ്റേഷൻസ് ഓഫ് ഫോർകാസ്റ്റിംഗ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് നോക്കാം. ദെൻ 2 വെയിറ്റേജ് ചോദ്യമാണ്, റിപ്പീറ്റ് ആണ്. ETOP ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ളതാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻവയോൺമെൻറ്റൽ ത്രെറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി പ്രൊഫൈൽ എന്തായാലും പഠിക്കണം കേട്ടോ, സ്കിപ്പ് ചെയ്യരുത്. റിപ്പീറ്റ് ആണ്. ഓക്കെ, ഡൈനാമിക്സ് ഓഫ് എൻവയോൺമെൻറ്റ് നോക്കാം. എൻവയോൺമെൻറ്റൽ അനാലിസിസിന് ശേഷം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്കോപ്പ് ഓഫ് എൻവയോൺമെൻറ്റൽ അനാലിസിസ് നോക്കാം. ഓക്കെ, ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ ഇത് നോക്കിക്കോളൂ കേട്ടോ. ഒന്ന് മാറ്റി പിടിക്കുകയാണ്. അത് നേരത്തെ പറഞ്ഞ പല കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. സ്കോപ്പിൽ, പൊളിറ്റിക്കൽ. ഓക്കെ, അപ്പോൾ എൻവയോൺമെൻറ്റിൽ നിന്ന് ഒരു essay. പിന്നെ നെക്സ്റ്റ് അഗെയിൻ essay ടോപ്പിക്കാണ് എൻവയോൺമെൻറ്റൽ സ്കാനിങ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എൻവയോൺമെൻറ്റൽ സ്കാനിങ്. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു essay പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കാം, നേരത്തെ ആദ്യത്തെ പറഞ്ഞതോ അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മളിപ്പോൾ എൻവയോൺമെൻറ്റൽ ഡയഗ്നോസിസ് ഉണ്ട്. ലാസ്റ്റ് ഓർഗനൈസേഷണൽ അപ്രൈസൽ 2 വെയിറ്റേജ് ആയിട്ടും 3 വെയിറ്റേജ് ആയിട്ടും വന്നിട്ടുണ്ടാണ് ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറുകളിൽ. റോൾ ഓഫ് കോർപ്പറേറ്റ് അപ്രൈസൽ ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. 3 വെയിറ്റേജിൻ്റെ അതിൻ്റെ പ്രോസസ്സ് നോക്കി വയ്ക്കുക.
ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ സോട്ട് അനാലിസിസ് എന്താണ്? മിക്ക പേപ്പറിലും വരാറുള്ളതാണ്. 2 വെയിറ്റേജോ ആയിട്ടോ 3 വെയിറ്റേജോ ആയിട്ടോ നിർബന്ധമായും പഠിക്കണം കേട്ടോ. സോട്ട് റിപ്പീറ്റ് ആണ്. ഇന്റേണൽ കോർപ്പറേറ്റ് അനാലിസിസ് സോട്ട് നിർബന്ധമായും പഠിക്കണം. ഈസിയാണ് പഠിക്കാൻ. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ചാപ്റ്റർ കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2 വെയിറ്റേജിൻ്റെ ടോപ്പിക്കുകൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ 3 വെയിറ്റേജിൻ്റെ ഉണ്ട്, എസ് ഉണ്ട്. എസ് എ ഒരെണ്ണം പ്രതീക്ഷിക്കുന്ന എൻവയോൺമെൻറ്റ്, മൈക്രോ മാക്രോ എൻവയോൺമെൻറ്റൽ സ്കാനിങ്, എൻവയോൺമെൻറ്റൽ അനാലിസിസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ETOP അങ്ങനെ കുറേ ടേമുകൾ പറഞ്ഞില്ലേ, അതൊക്കെ നോക്കി വയ്ക്കുക. ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള എല്ലാ ടൈമുകളും നോക്കുക. 2 വെയിറ്റേജിൽ പ്രതീക്ഷിക്കുന്നത് ഒക്കെ അപ്പോൾ പിന്നെ ഓർഗനൈസേഷണൽ അപ്രൈസൽ, എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് 3 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ 3 പാർട്ടിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നൊരു ചാപ്റ്ററാണ് എൻവയോൺമെൻറ്റൽ അനാലിസിസ്. നെക്സ്റ്റ് സ്ട്രാറ്റജി ആൻഡ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ് വരുന്നത്. അതിൽ നിന്ന് 2 വെയിറ്റേജ് ആൻഡ് 3 വെയിറ്റേജ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിനെ പറ്റിയിട്ടുള്ള 2 വെയിറ്റേജ് ചോദ്യമാണ് കൂടുതൽ വരാറ്. 3 വെയിറ്റേജിൻ്റെയിലേക്കും സ്കോപ്പുള്ളതാണത്. ദെൻ പിന്നെ അപ്രോച്ചസ് ആണ്. അതിലുള്ള ഈ ബെഞ്ച് മാർക്കിംഗ് ഒക്കെ ഞാൻ അതിനേക്കാൾ മുമ്പ് പറഞ്ഞല്ലേ. സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ്, ബെഞ്ച് മാർക്കിംഗ്, സിനർജി ഇഫക്റ്റ് ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. കോസ്റ്റ് ഫോക്കസ്, സ്ട്രാറ്റജി, ഇത് അപ്പോൾ അതൊക്കെ നോക്കണം 2 വെയിറ്റേജിൻ്റെയിലേക്ക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിനെ പറ്റിയിട്ടുള്ളത്. ദെൻ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് അപ്രോച്ച്. ഈ KSF എന്താണ്? 2 വെയിറ്റേജിൻ്റെ ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുണ്ട്, അത് നോക്കി വെച്ചോളാം. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ടോപ്പിക്ക് 2 and 3 വെയിറ്റേജ് ചോദ്യങ്ങളിൽ കണ്ടുവന്നിട്ടുള്ള ഒന്നാണ്, അത് വിട്ടിട്ട് വന്നിട്ടില്ല. നെക്സ്റ്റ് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജീസ് ആണ് അടുത്ത ടോപ്പിക്ക് വരുന്നത്. അതിൽ പല സ്ട്രാറ്റജി ഉണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി SAക്ക് വരാറുണ്ട്, 2 വെയിറ്റേജിൽ വരാറുണ്ട്. ഗ്രാൻഡ് സ്ട്രാറ്റജി നോക്കി വയ്ക്കണം. ദെൻ പലയിടത്തുള്ള സ്ട്രാറ്റജീസിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ച. സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി ഉണ്ട്, പിന്നെ എക്സ്പാൻഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്ട്രാറ്റജി ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ SAക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജീനെ പറ്റിയിട്ടുള്ള റിട്രിച്ച്മെൻറ്റ് സ്ട്രാറ്റജി റിപ്പീറ്റ് ആണ്, 2 വെയിറ്റേജിൽ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ സ്ട്രാറ്റജി നോക്കണം. ഇതൊക്കെ 2 വെയിറ്റേജിൻ്റെയിലേക്ക് ഏതെങ്കിലും വരാം. പിന്നെ ഒരെണ്ണം SA ആയിട്ടും ചോദിക്കാം. സ്റ്റെബിലിറ്റി സ്ട്രാറ്റജിയാണ് മറ്റൊരു സ്ട്രാറ്റജി. എക്സ്പാൻഷനാണ് ഞാൻ ഇപ്പോൾ പ്രോഫിറ്റ് സ്ട്രാറ്റജി, കോഷൻ സ്ട്രാറ്റജി. ഇതാണ് SAക്ക് വന്നിട്ടുള്ള കേട്ടോ, എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്ട്രാറ്റജി. ഒരു സ്ട്രാറ്റജി നമ്മൾ പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞു, അപ്പോൾ അത് നിർബന്ധമായും ആ രീതിയിൽ പഠിക്കുക. കണ്ടോ, എക്സ്പാൻഷൻ സ്ട്രാറ്റജി തന്നെയാണ് നമുക്ക് കുറച്ച് അധികമായിട്ട് പഠിക്കാനുള്ളത്. ബാക്കിയൊക്കെ ചെറുതായിട്ടുള്ള ഒരു. പിന്നെ ഫങ്ഷണൽ സ്ട്രാറ്റജി ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പഠിച്ച് പോവാ 2 വെയിറ്റേജിൻ്റെയിലേക്ക്. ആദ്യം പറഞ്ഞത് നന്നായിട്ട് നോക്കണം. മെർജർ സ്ട്രാറ്റജി ഇതിനായിട്ട് മുമ്പ് പേപ്പേഴ്സിൽ വന്നിട്ടുള്ളതാണ്, നിർബന്ധമായും പഠിക്കുക. എന്താണ് മെർജർ സ്ട്രാറ്റജി? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെർജേഴ്സ് നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഇതൊക്കെ സെപ്പറേറ്റ് എടുത്തും ചോദിക്കാം. ഓക്കെ. കോൺസെൻട്രിക് എന്താണ്? കോൺഗ്ലമറേറ്റ് മെർജേഴ്സ് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീസൺസ് ഫോർ മെർജേഴ്സ് നോക്കണം. സോ മെർജേഴ്സിനായിട്ട് മുമ്പ് വന്നിട്ടുള്ളതാണ് കേട്ടോ. സോ അതാണ്. പിന്നെ നെക്സ്റ്റ് ടേക്ക് ഓവർ സ്ട്രാറ്റജീസ് നോക്കാം, അതും ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുണ്ട്. ടേക്ക് ഓവർ, ജോയിന്റ് വെഞ്ചറൊക്കെ എന്താണെന്നുള്ളത് നോക്കി വയ്ക്കുക കേട്ടോ. സ്ട്രാറ്റജിക് അലയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 വെയിറ്റേജിൻ്റെ 2-3 വർഷം ചോദിച്ചിട്ടുള്ളതാണ്. സ്ട്രാറ്റജിക് അലയൻസ് എന്താണെന്നുള്ളത് നിർബന്ധമായും പഠിക്കണം കേട്ടോ. സ്ട്രാറ്റജിക് അലയൻസ്, ടൈപ്സ് ഓഫ് സ്ട്രാറ്റജിക് അലയൻസ് ആണ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും സ്ട്രാറ്റജിക് അലയൻസിനെ പറ്റിയിട്ടുള്ളത് 2 വെയിറ്റേജിൻ്റെ ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. വലിച്ചു വരി പഠിക്കേണ്ട, ആ രീതിയിൽ പഠിക്കുക. കണ്ടോ, മാനേജിങ് സ്ട്രാറ്റജിക് അലയൻസ് അത് നോക്കി വെച്ചോളൂ. പിന്നെ നെക്സ്റ്റ് ഇൻ്റർനാഷണൽ സ്ട്രാറ്റജി, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് അത് നോക്കാം. ഗ്രൂപ്പ് സ്ട്രാറ്റജിയുടെ മെറിറ്റ്സ്, ഓക്കെ, ലിമിറ്റേഷൻസ്.
റിട്രിച്ച്മെന്റ് സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് ഇതിനായിട്ട് മുമ്പ്. സ്ട്രാറ്റജീസ് പല തരത്തിലുള്ള സ്ട്രാറ്റജീസിൽ ഏതെങ്കിലും 1-2 ചോദിക്കാം. ടേൺ അറൗണ്ട് സ്ട്രാറ്റജി പഠിക്കുക, ഏതെങ്കിലും ഒരെണ്ണം. അതിൽ എക്സ്പാൻഷൻ സ്ട്രാറ്റജിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഡിവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ് എന്താണ്, ഇതും ചോദിച്ചിട്ടുണ്ട് ഇതിനായിട്ട് മുമ്പ്. റീസൺസ് ഫോർ ഡിവെസ്റ്റ്മെന്റ് 3 വെയിറ്റേജിൻ്റെ ചോദിച്ചിട്ടുണ്ട്. ലിക്വിഡേഷൻ സ്ട്രാറ്റജി. ഓക്കെ, കോമ്പിനേഷൻ സ്ട്രാറ്റജി ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ട്രാറ്റജീസ് പലതരത്തിലുണ്ട്. അപ്പോൾ ഒക്കെ എന്താണെന്നുള്ളത് 2 വെയിറ്റേജിലേക്ക് പഠിക്കുക. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന എക്സ്പാൻഷൻ, അതുപോലെ തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണുന്ന 2-3 ഏരിയാസ് ഇല്ലേ, സ്റ്റെബിലിറ്റി സ്ട്രാറ്റജീസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ, ഇതൊക്കെ എസ്സേക്കും പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. അതല്ലെങ്കിൽ 3 വെയിറ്റേജിലേക്ക് വരാം. അപ്പോൾ നമ്മൾ എസ്സേക്ക് പ്രതീക്ഷിക്കുന്ന എൻവയോൺമെന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം, മൈക്രോ മാക്രോ എൻവയോൺമെന്റൽ സ്കാനിങ്, അത് ഒരെണ്ണം കഴിഞ്ഞാൽ പിന്നെ എസ്സേക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ആണ് സ്ട്രാറ്റജീസ്. പിന്നെ ബിസിനസ് ലെവൽ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നമ്പർ 8 ആണ്. സോ ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിൽ നോക്കാം. ബിസിനസ് ലെവൽ സ്ട്രാറ്റജി എന്താണ്, ടൈപ്സ് ഓഫ് ബിസിനസ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് പോർട്ടേഴ്സ് ജനറിക് മോഡൽ. മൈക്കിൾ പോർട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറൻഷിയേഷൻ എന്താണ്, 2 വെയിറ്റേജിൽ വന്നിട്ടുള്ളതാണ് ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ. പോർട്ടർ വിട്ടിട്ടുള്ള ഒരു കളിയില്ല കേട്ടോ. ഡിഫെൻസീവ് സ്ട്രാറ്റജി എന്താണ്, ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, പോർട്ടറെ സെപ്പറേറ്റ് നമുക്ക് കാണാൻ സാധിക്കും. പോർട്ടർ, മിൻസ്ബർഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മോഡൽ എന്താണ്, 2 വെയിറ്റേജിൻ്റെ വന്നിട്ടുണ്ട്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഗ്ലോബൽ സ്ട്രാറ്റജി നോക്കണം കേട്ടോ, എന്താണെന്നുള്ളത് വന്നിട്ടുണ്ട്. മാക്രോ എൻവയോൺമെന്റ് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. മാക്രോ സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ സെപ്പറേറ്റ് ഒരു ചാപ്റ്റർ വരുന്നതാണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ ഇത് കാണാം. ഓക്കെ, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആൻഡ് ഇന്ത്യൻ കോർപ്പറേറ്റ്, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം കേട്ടോ. നമുക്ക് പോർട്ടർ സെപ്പറേറ്റ് കാണാൻ സാധിക്കും. സ്ട്രാറ്റജിക് അനാലിസിസ് ആൻഡ് ചോയ്സ് ആണ് നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത്. സ്ട്രാറ്റജിക് ചോയ്സ് എന്താണ് നിർബന്ധമായും പഠിക്കണം. അതിൻ്റെ പ്രോസസ്സ് എസ്സിക്ക് ഇടാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. സ്ട്രാറ്റജിക് ചോയ്സിൻ്റെ പ്രോസസ്സ് എന്തായാലും നോക്കി വയ്ക്കാൻ, ഇങ്ങനെ ഇടാണെങ്കിലോ സ്ട്രാറ്റജിക് ചോയ്സിൻ്റെ പ്രോസസ്സ് നോക്കി വയ്ക്കുക. സ്ട്രാറ്റജിക് ചോയ്സ് എന്താണെന്നുള്ളതും ചോദിക്കാം. പിന്നെ ഇതിൽ SBU വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 വെയിറ്റേജിലേക്കും ചോദിക്കാം, 3 വെയിറ്റേജിലേക്കും ചോദിക്കാം. രണ്ടിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നൊരു ടോപ്പിക്കാണ് SBU. SBUനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. പോർട്ട്ഫോളിയോ അനാലിസിസ്, ദെൻ BCG മെട്രിക്സ് നോക്കണം എന്തായാലും. BCG മെട്രിക്സ് എന്താണെന്നുള്ളത് ചോദിക്കാം 3 വെയിറ്റേജിലേക്കൊക്കെ ആയിട്ട്. ദെൻ നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി നോക്കാന്ന് മാത്രം. പോർട്ട്ഫോളിയോ അനാലിസിസ് എന്താ, കോമ്പറ്റീഷൻ അനാലിസിസ് ചോദിച്ചിട്ടുണ്ട് ഇതിനായിട്ട് മുമ്പ്. ഇതൊക്കെയാണ് ഇതിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ. മൈക്കിൾ പോർട്ടേഴ്സ് അനാലിസിസ്, ഫോഴ്സസ് ഡ്രൈവിംഗ് കോമ്പറ്റീഷൻ ഇൻ ഇൻഡസ്ട്രി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിക്കണം. മൈക്കിൾ പോർട്ടർ കേട്ടോ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. മിൻസ്ബർഗ്, മൈക്കിൾ പോർട്ടർ ഒക്കെ റിപ്പീറ്റ് ആണ്. മിൻസ്ബർഗ് 5P സ്ട്രാറ്റജി, മിൻസ്ബർഗ് ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോർട്ടറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാറി ദെൻ KPI, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. KPI 2 വെയിറ്റേജിലും വന്നിട്ടുണ്ട്, 3 വെയിറ്റേജിലും വന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. KFS ഞാൻ പറഞ്ഞതാണ്, കീ ഫാക്ടർ ഫോർ സക്സസ്, ഇതും വന്നിട്ടുണ്ട് ഇതിനായിട്ട് മുമ്പ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ എന്തായാലും പഠിക്കണേ. 2 വെയിറ്റേജിലേക്കും 3 വെയിറ്റേജിലേക്കും ഒക്കെ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ചോയ്സ്. ദെൻ നെക്സ്റ്റ് എസ്സേ ചാപ്റ്റർ ആണ്. 10ാമത്തെ ചാപ്റ്ററോ 11ാമത്തെ ചാപ്റ്ററോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് നമുക്ക് എസ്സേ പ്രതീക്ഷിക്കാം. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, എന്താണ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ, അതിൻ്റെ പലതരത്തിലുള്ള
സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ഏതൊക്കെയാണെന്നുള്ള സ്റ്റെപ്സ് ഉണ്ട് നോക്കാം. അത് ഒരു എസ്സേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചോദ്യം സ്റ്റെപ്സ് നോക്കണം. അതുപോലെ തന്നെ എസ്സേ ടോപ്പിക്കാണെന്ന് ഞാൻ പറഞ്ഞു, എപ്പോഴും വരാറുണ്ട്. ഒന്നെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ, ലിമിറ്റേഷൻ, അപ്രോച്ചസ്. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം സ്റ്റെപ്സ്, അപ്രോച്ചസ് ഇതൊക്കെ നോക്കി വയ്ക്കുക കേട്ടോ. സ്ട്രാറ്റജിക് ബഡ്ജറ്റിംഗ് 2 വെയിറ്റേജിൻ്റെ ഒരു പ്രാവശ്യം ചോദിക്കും. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക എസ്സേ ആണ് കേട്ടോ. ദെൻ അതല്ല എങ്കിൽ പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ആണ്. കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഇംപ്ലിമെൻറ്റേഷൻ ആണ്. ഇവാലുവേഷൻ ആൻഡ് കൺട്രോളിൽ സ്ട്രാറ്റജിക് കൺട്രോൾ എന്താണെന്നുള്ളത് നോക്കിക്കോളൂ. ദെൻ അതിൻ്റെ സ്ട്രാറ്റജിക് കൺട്രോളിൻ്റെ പോയിൻറ്റ്സും ഡീറ്റെയിൽസൊക്കെ നോക്കി വയ്ക്കുക. ഒരു ടെക്നിക്സ് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് സ്ട്രാറ്റജി ഇവാലുവേഷൻ കൺട്രോൾ, ഇതാണ് എസ്സേ ടോപ്പിക്, സ്ട്രാറ്റജി ഇവാലുവേഷൻ കൺട്രോൾ. ഓക്കെ, അതിൻ്റെ ഫീച്ചേഴ്സ്, എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഇഫക്റ്റീവ് ഇവാലുവേഷൻ കൺട്രോൾ. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ ഇട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇതാണ് കേട്ടോ. കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇംപ്ലിമെൻറ്റേഷനാണ്. അതിൻ്റെ ബാരിയേഴ്സ് ഉണ്ട് ഒക്കെ കൂടിയിട്ടായിരിക്കും ചോദിക്കുക. ദെൻ നെക്സ്റ്റ് 2 വെയിറ്റേജിലും 3 വെയിറ്റേജിലും റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ് ബാലൻസ് സ്കോർ കാർഡ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, റിപ്പീറ്റ് ക്വസ്റ്റൻ ആണ്. ബാലൻസ് സ്കോർ കാർഡ് എന്താണ്, അതിൻ്റെ പർപ്പസ് നോക്കണം. സ്ട്രാറ്റജി മാപ്പിംഗ്, ഇതും റിപ്പീറ്റ് ആണ്. ഇതൊക്കെ 2 വെയിറ്റേജിലും. ദെൻ ഡ്യൂപോൺ കൺട്രോൾ, ഡ്യൂപോൺ മോഡൽ 3 വെയിറ്റേജിലും വന്നിട്ടുണ്ട്, 2 വെയിറ്റേജിലും വന്നിട്ടുണ്ട്. ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ ഡ്യൂപോൺ മോഡൽ, സ്ട്രാറ്റജി മാപ്പിംഗ്, BSc, ഓക്കെ, ബാലൻസ് സ്കോർ കാർഡ്, ഇതൊക്കെ റിപ്പീറ്റ് ആണ്. പിന്നെ എസ്സേക്ക് സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോളിൻ്റെ ബേസിക്സ്, അതിൻ്റെ അഡീഷണൽ എന്താണ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷനും ഇവാലുവേഷൻ കൺട്രോൾ ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് എമർജിങ് ട്രെൻഡ്സ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആണ്. ഒരു 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യത്തെ പേപ്പറിലാണ് ഇതിൽ നിന്നൊരു എസ്സേ വന്നത്. എസ്സേ ടോപ്പിക് ഇതാണ്, എക്സ്പ്ലെയിൻ എമർജിങ് ട്രെൻഡ്സ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഒറ്റ പ്രാവശ്യമാണോ എന്നുള്ള വീണ്ടും ഇടുമെന്നുള്ള അറിയില്ല, നോക്കി വയ്ക്കാം. ഓക്കെ, ഒരു എസ്സേ. അപ്പോൾ ഇത് ഒക്കെ എന്താണ് ഷോർട്ടാക്കിയിട്ട് പ്രസൻറ്റ് ചെയ്യുക, ദാറ്റ്സ് ഓൾ. വേറെ ഒന്നും ഇതിൽ പറയാനില്ല. സ്ട്രാറ്റജിക് ടൈം അതിൽ പറഞ്ഞിട്ടുള്ള ആ പോയിന്റുകളൊക്കെ എന്താ ഷോർട്ടാക്കിയിട്ട് എഴുതുക. വേണമെങ്കിൽ ഇത് ചില കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ ഓഡിറ്റ് എന്താണ് 2 വെയിറ്റേജിലേക്ക് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഒരു എസ്സേ ടോപ്പിക് ഒരൊറ്റ പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. അഡ്വർടൈസിങ് സ്ട്രാറ്റജി, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ആ ടീമുകൾ മൊത്തം നോക്കുക. ഒക്കെ ഷോർട്ടായി പ്രസൻറ്റ് ചെയ്യാൻ പഠിക്കട്ടെ. നോളജ് മാനേജ്മെൻറ്റ്, CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇനിയിപ്പോൾ എസ്സേക്ക് ഇട്ടില്ലെങ്കിൽ TQM ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടും വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ നമുക്ക് മൊത്തം ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ഒരുപാട് വായിക്കാനുണ്ട് ഈ ഒരു സബ്ജക്റ്റിൽ, ഒരുപാട്. എന്നാലും എസ്സേക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ടോപ്പിക്സ് ഞാൻ പറഞ്ഞു. നമ്പർ 1 നമ്മൾ മൊഡ്യൂൾ നമ്പർ 4 സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ, അതിനെ പറ്റിയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സ്ട്രാറ്റജി ഇവാലുവേഷൻ കൺട്രോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളോ ഇതിലേതെങ്കിലും ഒരെണ്ണം എസ്സേ, ആദ്യത്തെ സജഷൻ. പിന്നെ പല തരത്തിലുള്ള സ്ട്രാറ്റജിയിൽ ഏതെങ്കിലും ഒരെണ്ണം, എക്സ്പാൻഷൻ സ്ട്രാറ്റജിയോ ഗ്ലോബൽ സ്ട്രാറ്റജി, പലതരത്തിലുള്ള സ്ട്രാറ്റജീസിൽ ഏതെങ്കിലും ഒരെണ്ണം, ഒരു എസ്സേ. പിന്നെ എമർജിങ് ട്രെൻഡ്സ് ഞാൻ ലാസ്റ്റ് പറഞ്ഞു, ഒരൊറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ബേസിക് ടോപ്പിക്കുകൾ, അതിൻ്റെ പ്രോസസ്സ്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സോ അങ്ങനത്തെ ഒരു ചോദ്യം, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണ്. ഓക്കെ, പിന്നെ എൻവയോൺമെൻറ്റലാണ് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. എൻവയോൺമെൻറ്റിൽ നിന്ന് എന്താണ് മൈക്രോ മാക്രോ എൻവയോൺമെൻറ്റൽ അനാലിസിസ്, എൻവയോൺമെൻറ്റൽ സ്കാനിങ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇത്ര ടോപ്പിക്കുകളിൽ നിന്നാണ് എസ്സേ. ദെൻ 2 and 3 വെയിറ്റേജ് ചോദ്യങ്ങൾ റിപ്പീറ്റായിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ടീമുകൾ, ഞാൻ പറഞ്ഞുള്ള ടീമുകൾ പെറുക്കി പഠിക്കുക. അതിലിപ്പോൾ പോർട്ടർ, മിൻസ്ബർഗ്, SBU, ഇപ്പം സ്ട്രാറ്റജിക് മാപ്പിംഗ്, BCG മെട്രിക്സ്, പിന്നെ ലാസ്റ്റ് പറഞ്ഞ എന്താ പറയുക BSc ബാലൻസ് സ്കോർ കാർഡ്, ഡ്യൂപോൺ മോഡല്, അതൊക്കെ നിർബന്ധമായും സ്ട്രാറ്റജി മാപ്പിംഗ് എന്താണ്, ഓക്കെ, സ്ട്രാറ്റജി കൺട്രോൾ, ചോയ്സ്, സ്ട്രാറ്റജിക് അലയൻസ് എന്താണ്, KPI എന്താണ്, ഇതൊക്കെ സെപ്പറേറ്റ് എടുത്ത് നോക്കണം. ദെൻ SWC
ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. SWOC സ്ട്രാറ്റജി കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നോക്കുക. അപ്പോൾ ഇതൊക്കെ 2 and 3 വെയിറ്റേജ് ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞത് എന്താണ് പെറുക്കി തന്നെ പഠിക്കുക. അപ്പോൾ ദാറ്റ്സ് ഓൾ. ഈ ഒരു സബ്ജക്റ്റ് വലിയൊരു പേപ്പറാണ്, തിയറി പേപ്പർ. അപ്പോൾ എന്നാലും വലിച്ചു വാരി പഠിക്കാണ്ട് ഞാൻ പറഞ്ഞുള്ള കാര്യങ്ങളിലൂടെ പ്രോപ്പറായിട്ട് പോവുകയാണെങ്കിൽ നല്ല സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി ബാക്കിയുള്ള സ്മാർട്ട് സ്റ്റഡി വീഡിയോസായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.